നെക്സ്റ്റ് തിയറം 2 ഒരു ഇമ്പോർട്ടൻറ്റ് തിയറാണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു തിയറാണ്. പ്രോബ്ലം ടൈപ്പിലാണ് നമ്മൾ അതിൻ്റെ പ്രൂഫ് വരുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറാണ്. ഈ തിയറം അപ്ലൈ ചെയ്തിട്ട് തിയറത്തിൻ്റെ റിസൾട്ട് ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് പ്രോബ്ലംസും ചെയ്യണതാണ്. ഓക്കെ, ഇപ്പോൾ തിയറം ടു എന്താ പറയണതെന്ന് വെച്ചാൽ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻ ആൻ ഇക്വേഷൻ വിത്ത് റാഷണൽ കോഎഫിഷ്യൻ ദ റൂട്ട് വിച്ച് ആർ കോൺട്രാക്റ്റീവ് സെർട്സ് ഒക്കർ ഇൻ കോൺജുഗേറ്റ് പെയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, പോളിനോമിയൽ ഇക്വേഷൻ. നമുക്ക് എന്തുവാം പോളിനോമിയൽ ഇക്വേഷൻ. ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഏതൊരു പോളിനോമിയൽ ഇക്വേഷൻ ഉണ്ട്. ആ പോളിനോമിയൽ ഇക്വേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ റാഷണൽ കോഎഫിഷ്യൻസ് ആണ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഞാനൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ പറയുകയാണെങ്കിൽ a0 പ്ലസ് a1 എക്സ് പ്ലസ് a2 എക്സ് സ്ക്വയർ എന്ന് പറയുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കോഎഫിഷ്യൻസ് a0 a1 a2 എന്നൊക്കെ പറയണത് എന്തായിരിക്കും എന്നാണ് പറയുന്നത്, റാഷണൽ ആയിരിക്കും. റാഷണൽ കോഎഫിഷ്യൻ എന്താ റാഷണൽ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുക p/q ഫോമിൽ വരുന്ന റാഷണൽ നമ്പേഴ്സ്. ഇപ്പോൾ ടു റാഷണൽ നമ്പർ ആണോ, അതെ, നമുക്ക് 2/1 എന്ന് എഴുതാൻ പറ്റും. അതുമാതിരി 1/2 എന്നോ 3/2 എന്നോ ഈ ഫോമിൽ വരുന്നത്, അല്ലെങ്കിൽ 4 5 ഇങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ എന്ത് വരിക, കോഎഫിഷ്യൻസ് വരിക. അതാണ് റാഷണൽ കോഎഫിഷ്യൻസ് എന്ന് പറയാം. അപ്പോൾ അതിങ്ങനെയാണ് പറയണത്, ഇൻ ആൻ ഇക്വേഷൻ വിത്ത് റാഷണൽ കോഎഫിഷ്യൻ ദ റൂട്ട്സ് വിച്ച് ആർ കോൺട്രാക്റ്റീവ് സെർട്സ് ഒക്കർ ഇൻ കോൺജുഗേറ്റ് പെയേഴ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ കോൺട്രാക്റ്റീവ് സെർട്സ് എന്നുകൂടി എക്സാമ്പിൾ പറയാം, എന്നിട്ട് നമ്മൾ പ്രൂഫിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഇപ്പം ഞാൻ പറയുകയാണ് 2 + √2 എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റീവ് സെർട്സ് ആണ്. ഇപ്പോൾ ഇതൊരു റൂട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി എന്തുകൂടിയും പറയാം, 2 - √2 എന്ന് പറയുന്നതും അത് ഒരു റൂട്ടാണത് നമുക്ക് പറയാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 + √3 ഇതൊരു കോൺട്രാക്റ്റീവ് സെർട്ട് ആണ്. ഇത് കോൺജുഗേറ്റ് പെയേഴ്സിൽ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റൂട്ടാണെങ്കിൽ 1 - √3 എന്ന് പറയുന്നതും ഒരു റൂട്ടായിരിക്കും എന്നാണ് ഈ ഒരു തിയറം പറയുന്നത്. ഓക്കെ, ഇത്രയായിരുന്നു തിയറം നമ്മൾ വായിച്ചിട്ട് അനലൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. തിയറം ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മളിതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ് വരുന്നതെന്നാണ് നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു ഇക്വേഷൻ വേണം അല്ലേ. ഇപ്പോൾ നമ്മൾ ആ ഇക്വേഷനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ബി എൻ ഇക്വേഷൻ വിത്ത് റാഷണൽ കോഎഫിഷ്യൻ. നമുക്ക് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം. ഇപ്പോൾ റാഷണൽ കോഎഫിഷ്യൻസ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മളിവിടെ വരുന്നത് ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ബി എൻ ഇക്വേഷൻ വിത്ത് റാഷണൽ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ആൾസോ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്, ആൽഫ പ്ലസ് റൂട്ട് ബീറ്റ എന്ന് പറയുന്നത് ഒരു റൂട്ടാണ് എന്ന്. അതായത് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, കോൺട്രാക്റ്റീവ് സെർട്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതായത് 1 + √2 അതേമാതിരിയൊക്കെയാണ് വരിക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ഓൾറെഡി നമുക്ക് 1 + √2 ഒരു റൂട്ടാണെങ്കിൽ 1 - √2 എന്ന് പറയുന്നതും ഓൾറെഡി ഒരു റൂട്ടാണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ജനറലി നമ്മളൊരു നമ്പർ, അതായത് അങ്ങനെയുള്ള കോൺട്രാക്റ്റീവ് സെർഡ് ആയിട്ടുള്ള ഒന്ന് എടുക്കുകയാണ്, അതാണ് ആൽഫ പ്ലസ് റൂട്ട് ബീറ്റ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു റൂട്ടാണെന്ന് നമ്മളെടുത്തു. ഇനി നമുക്ക് കാണിക്കേണ്ടത് ആൽഫ മൈനസ് റൂട്ട് ബീറ്റ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു റൂട്ടാണ്. ഏതിൻ്റെ റൂട്ട്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ റൂട്ടാണ്. അപ്പോൾ നമ്മൾ ഇത്രയും എടുത്തത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഒരു ഇക്വേഷനാണ് വിത്ത് റാഷണൽ കോഎഫിഷ്യൻ്റ് ആണ്. ആൽഫ പ്ലസ് റൂട്ട് ബീറ്റ എന്ന് പറയുന്ന ഒരു റൂട്ടാണെങ്കിൽ നമുക്ക് ഷോ ചെയ്ത് കാണിക്കേണ്ടത് ആൽഫ മൈനസ് റൂട്ട് ബീറ്റ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു റൂട്ടാണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് ഒരു റൂട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവൺ പോളിനോമിയലിൻ്റെ എന്തായിരിക്കും, ആൽഫ പ്ലസ് റൂട്ട് ബീറ്റ എന്ന് പറയുന്ന ഒരു റൂട്ടാണെങ്കിൽ എക്സ് മൈനസ് ആൽഫ പ്ലസ് റൂട്ട് ബീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതിൻ്റെ അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ അല്ലെങ്കിൽ ആ ഇക്വേഷൻ്റെ എന്തായിരിക്കും, ഒരു ഫാക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്ത് വെക്കുകയാണ്, നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ എടുക്കുകയാണ്, എക്സ് മൈനസ് ആൽഫ പ്ലസ് റൂട്ട് ബീറ്റ ഇൻറ്റു എക്സ് മൈനസ് ആൽഫ മൈനസ് റൂട്ട് ബീറ്റ. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതിൻ്റെ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ടേംസ് ഇങ്ങനെ വരും, എക്സ് മൈനസ് ആൽഫ മൈനസ് റൂട്ട് ബീറ്റ എന്ന് വരും. ദെൻ ഇൻറ്റു, ഇനി അടുത്ത ടേമാണ്, ഞാൻ കുറച്ച് മുകളിലാണ് എടുത്തത്, എന്ത് വരും, എക്സ് മൈനസ് ആൽഫ പ്ലസ് റൂട്ട് ബീറ്റ എന്ന് വരും.
ഓക്കെ, റൂട്ട് ബീറ്റ ഇതായിരിക്കും നമുക്ക് വരിക. അപ്പോൾ ഇനി ഇതെന്ന് പറയണത് നമുക്ക് ഏത് ഫോമുല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഫോമിലാണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലോട്ട് എഴുതാം. അപ്പോൾ ഇവിടുത്തെ എ എന്തായിരുന്നു? ആൽഫ എക്സ് മൈനസ് ആൽഫ ആയിരുന്നു. ബി എന്ന് പറയുന്നത് റൂട്ട് ബീറ്റ ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്കിനി അത് കിട്ടുന്നത് എന്തായിരിക്കും? എക്സ് മൈനസ് ആൽഫ ഹോൾ സ്ക്വയർ പ്ലസ് റൂട്ട് ബീറ്റ സ്ക്വയർ എന്ന് പറയുന്നതായിരിക്കും നമുക്ക് വരിക. ഓക്കെ, അപ്പോൾ ഞാൻ ആ എഴുതിയതാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ വരിക. ഒരു മിനിറ്റ്. ഓക്കെ, എക്സ് മൈനസ് ആൽഫ ഹോൾ സ്ക്വയർ മൈനസ് റൂട്ട് ബീറ്റ ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലേ. റൂട്ട് ബീറ്റ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ബീറ്റയാണ് വരിക അല്ലേ. ഓക്കെ, അതാണ് അടുത്ത സ്റ്റെപ്പിൽ നമുക്കിവിടെ എഴുതിയിട്ടുള്ളത്. എക്സ് മൈനസ് ആൽഫ ഹോൾ സ്ക്വയർ മൈനസ് ബീറ്റ എന്ന് പറയണത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? പോളിനോമിയൽ. ഇതിനെ ഈ ഒരു ഫാക്ടർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? എഫ് ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യാം. അങ്ങനെ എഫ് ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു കോഷ്യൻ്റ് കിട്ടും, ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത്. അതുമാതിരി തന്നെ എന്തായിരിക്കും? ഒരു റിമൈൻഡറും കിട്ടും. എന്ത്? എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്ന ഫോമിൽ റിമൈൻഡർ വരും. ചില കേസിൽ എ എക്സ് പ്ലസ് ബി എന്തായിരിക്കും? 0 ആവാതിരിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളൊരു പോളിനോമിയലിന് ഒരു ഗിവൺ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോഷ്യൻറ്റും റിമൈൻഡറും കിട്ടും. ഇനി കോഷ്യൻറ്റും റിമൈൻഡറും എന്താ കിട്ടുന്നത് എന്താണെന്ന് അറിയാത്തവർ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളിവിടെ ഒരു എന്തെങ്കിലും ഒരു പോളിനോമിയൽ ഉണ്ട്, നമ്മളിവിടെ ഒരു ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു എന്തെങ്കിലും പോളിനോമിയൽ വേറെ കിട്ടും. നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കിട്ടുമ്പോൾ ഇവിടെയും വരും. സോ ഇവിടെ കിട്ടുന്നതിന് നമ്മൾ കോഷ്യൻ്റ് എന്നും ഇവിടെ കിട്ടുന്നതിനെയാണ് നമ്മൾ റിമൈൻഡർ എന്ന് പറയുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന പോളിനോമിയലിനെ ഇതേ ഇൻറ്റു ഇതേ പ്ലസ് ഇതേ എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റും. അതിനെയാണ് നമ്മൾ ക്യൂ ഓഫ് എക്സ് ആ ഒരു ഫോമിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ ക്യൂ ഓഫ് എക്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഓക്കെ, നമ്മളൊരു തന്നിരിക്കുന്ന പോളിനോമിയൽ നമുക്കിവിടെ എഫ് ഓഫ് എക്സ് ഉണ്ട്. ഈ ഒരു ഫാക്ടറാണ് ഇവിടെ ഉള്ളത്. ദെൻ നമുക്കിവിടെ കിട്ടുന്ന കോഷ്യൻ്റ് ഇവിടെ കിട്ടുന്നതിന് നമ്മൾ ക്യൂ ഓഫ് എക്സ് എന്നും ഇവിടെ മുള്ള ചെയ്ത് വരുമ്പോൾ നമുക്കിവിടെ റിമൈൻഡർ കിട്ടുന്നത് എ എക്സ് പ്ലസ് ബി എന്നും കൂടി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, അതായത് ഈ ഒരു ടേം ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റും. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലായാൽ മതി. അതാണ് ഇനി അടുത്ത ഇതിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? എക്സ് മൈനസ് ആൽഫ ഹോൾ സ്ക്വയർ മൈനസ് ബീറ്റ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ എഫ് ഓഫ് ആൽഫ പ്ലസ് റൂട്ട് ബീറ്റ കണ്ടുപിടിക്കുകയാണ്. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനിൽ നമ്മുടെ ഇനിയുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് എൻ്റെയും ബിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക. എയും ബിയും എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ ഇതുവരെ എഴുതി നിർത്തുക. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? എഫ് ഓഫ് ആൽഫ പ്ലസ് റൂട്ട് ബീറ്റ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ എഫ് ഓഫ് ആൽഫ പ്ലസ് റൂട്ട് ബീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്? എക്സിന് പകരം ആൽഫ പ്ലസ് റൂട്ട് ബീറ്റ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എഫ് ഓഫ് ആൽഫ പ്ലസ് റൂട്ട് ബീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 0 ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മുടെ എക്സിന് പകരം എന്ത് നമ്മൾ കൊടുക്കുകയാണ്? ആൽഫ പ്ലസ് റൂട്ട് ബീറ്റ. അപ്പോൾ അതെന്തായിട്ട് മാറും? ആൽഫ പ്ലസ് റൂട്ട് ബീറ്റ മൈനസ് ആൽഫ ഹോൾ സ്ക്വയർ എന്ന് വരും. പിന്നെ ഇവിടെ പുറത്തുള്ള ബാക്കിയുള്ളത് മൈനസ് ബീറ്റയും വരും. ഇപ്പോൾ ഈ ആൽഫയുടെയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് വരും? റൂട്ട് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് ബീറ്റ എന്ന് വരും അല്ലേ. റൂട്ട് ബീറ്റ ഹോൾ സ്ക്വയർ പറഞ്ഞാൽ എന്താ? ബീറ്റ മൈനസ് ബീറ്റ. സോ നമുക്ക് എന്ത് വരും? ബീറ്റ മൈനസ് ബീറ്റ എന്ന് വരും. സോ ബീറ്റ മൈനസ് ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? 0 വന്നു. അങ്ങനെയാണ് നമുക്കിവിടെ എന്ത് കിട്ടി? 0 ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സിന് പകരം നമ്മൾ എന്ത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക? ആൽഫ പ്ലസ് റൂട്ട് ബീറ്റ പ്ലസ് ബി എന്ന് എഴുതിപ്പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ കിട്ടി. അപ്പോൾ നമുക്ക് എഫ് ഓഫ് ആൽഫ പ്ലസ് റൂട്ട് ബീറ്റ, ഓക്കെ ഇവിടെ നോക്കുക, എഫ് ഓഫ് ആൽഫ പ്ലസ് റൂട്ട് ബീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? എ ഓഫ് ആൽഫ പ്ലസ് ഇവിടെ ഉണ്ട് കേട്ടോ, എ ഓഫ് ആൽഫ പ്ലസ് റൂട്ട് ബീറ്റ പ്ലസ് ബി എന്ന് നമ്മൾ എഴുതി. ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യമാണ് ആൽഫ പ്ലസ് റൂട്ട് ബീറ്റ എന്ന് പറയുന്നത് ഒരു റൂട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ ആൽഫ പ്ലസ് റൂട്ട് ബീറ്റ ഒരു റൂട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ മീൻ ചെയ്യുക? എഫ് ഓഫ് ആൽഫ പ്ലസ് റൂട്ട് ബീറ്റ ഈസ് ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ ഇതേ ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റില്ലേ. അതായത് നമ്മൾ എന്താ സീറോൻ്റെ ഡെഫിനീഷൻ പഠിച്ചത്? ലെറ്റ് ആൽഫ ബി എ കോംപ്ലക്സ് നമ്പർ ബി സെറ്റ് ടു ബി എ സീറോ ഓഫ് എ ഗിവൺ പോളിനോമിയൽ ദെൻ എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു 0 ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതേമാതിരി നമുക്കിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആൽഫ പ്ലസ് റൂട്ട് ബീറ്റ എന്ന് പറയുന്നത് ഒരു റൂട്ട് ഓഫ് ദ ഗിവൺ പോളിനോമിയൽ ആണ് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എന്ത് പറയണം? എഫ് ഓഫ് ആൽഫ പ്ലസ് റൂട്ട് ബീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയണം അല്ലേ. അപ്പോൾ നമുക്കത് എന്തായിട്ട് മാറും? ആ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഇങ്ങനെ വരും.
നമ്മൾ നേരത്തെ ഇവിടെ എഴുതി വെച്ചിരുന്നു അല്ലേ, 0 വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ആൽഫ പ്ലസ് റൂട്ട് ബീറ്റ പ്ലസ് ബി എന്ന് വരും. ഓക്കെ, അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്, എ ഓഫ് ആൽഫ പ്ലസ് റൂട്ട് ബീറ്റ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രാക്കറ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്തിട്ട് റാഷണൽ ആൻഡ് ഇറാഷണൽ പാർട്സിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. എന്താ റാഷണൽ ആൻഡ് ഇറാഷണൽ പാർട്സ്? ഓക്കെ, ഞാനത് എക്സ്പാൻഡ് ചെയ്യാം എന്നിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ ഒന്നും എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ വരും, എ ആൽഫ പ്ലസ് എ റൂട്ട് ബീറ്റ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയണത് അല്ലേ. ഇപ്പോൾ ഇവിടെ റാഷണൽ പാർട്ട് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ എ ആൽഫ പ്ലസ് ബി ആണ് റാഷണൽ പാർട്ട് വരുന്നത്. ഇറാഷണൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ബീറ്റേൻ്റെ ടേംസ് വരുന്നതാണ് ഇറാഷണൽ പാർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എ ആൽഫ പ്ലസ് ബീറ്റ ഇവിടെ എന്താ ഈക്വൽ ടു സൈഡിൽ 0 ആണ്. ഇപ്പോൾ ഇവിടെ എന്താ റാഷണൽ പാർട്ട് ഇതിന് 0 പ്ലസ് 0 എന്ന് തന്നെ എഴുതാം അല്ലേ. റാഷണൽ പാർട്ട് ഇറാഷണൽ പാർട്ട് ഒക്കെ 0 ആണ്. സോ നമുക്ക് എ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ എ ആൽഫ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0 അതുമാതിരി തന്നെ എ ഇൻറ്റു റൂട്ട് ബീറ്റ ഈസ് ഈക്വൽ ടു 0 എന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പി ബൈ ക്യൂ എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റുന്നത്. ഈ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാലോ റാഷണൽ നമ്പേഴ്സ് അല്ലാത്തതിനൊക്കെ നമ്മൾ ഈ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ രണ്ട് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്ത് എഴുതി. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്തുണ്ട്? എ ആൽഫ പ്ലസ് ബീറ്റ എ ആൽഫ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0യും എ റൂട്ട് ബീറ്റ ഈസ് ഈക്വൽ ടു 0. ബീറ്റ 0 ആവാൻ പറ്റുമോ? ഇല്ല. ബീറ്റ 0 ആയിക്കഴിഞ്ഞാൽ നമ്മൾ എടുത്തത് എന്തായിട്ട് മാറും? ആൽഫ പ്ലസ് റൂട്ട് ബീറ്റ എന്ന് പറയുന്നത് നമ്മൾ എന്തായിരിക്കും കോൺട്രാക്റ്റീവ് സേർഡ്സ് ആയിട്ട് എടുത്തത്. അപ്പോൾ ഈ ബീറ്റ 0 ആയിക്കഴിഞ്ഞാൽ ഈ കോൺട്രാക്റ്റീവ് സേർഡ്സ് മാറിപ്പോയിട്ട് വെറും നമുക്ക് എന്തായിട്ട് മാറും? ഒരു ഇൻറ്റീജറായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ബീറ്റ 0 ആവാൻ പാടില്ല. അപ്പോൾ ബീറ്റ 0 ആവാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്തേ പോസിബിലിറ്റി ഉള്ളൂ? അതായത് നമുക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നത് എ റൂട്ട് ബീറ്റ ഈക്വൽ ടു 0. എ റൂട്ട് ബീറ്റ ഈക്വൽ ടു 0 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒന്നല്ലെങ്കിൽ എ ഈക്വൽ ടു 0 വരാം അല്ലേ, അല്ലെങ്കിൽ നമുക്ക് എന്താ വരാൻ പറ്റുക? റൂട്ട് ബീറ്റ ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അപ്പോൾ ബീറ്റ എന്തായാലും 0 അല്ലാത്തതുകൊണ്ട് ഇനി ഈ ഒരു പോസിബിലിറ്റി പറ്റുമോ? ഇല്ല. ഇനി അടുത്ത പോസിബിലിറ്റി ഏതേ പറ്റുള്ളൂ? എ ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോസിബിലിറ്റിയേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? അതായത് ഈ ഒരു പാർട്ടിൽ നിന്ന് നമുക്ക് എ ഈക്വൽ ടു 0 എന്ന് കിട്ടി അല്ലേ. അപ്പം ഇനി നമ്മൾ വീണ്ടും തിരിച്ചു വരാം. ഈ ഒരു ഇക്വേഷനാണ് എ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഈ ഒരു ടേമാണ് ക്യാൻസൽ ചെയ്ത് പോലെ. അതായത് 0 ഇൻറ്റു ആൽഫ എന്ന് പറയുമ്പോൾ 0 തന്നെ പ്ലസ് ബി ഈക്വൽ ടു 0. ഇപ്പം നമുക്ക് അടുത്തത് എന്ത് കിട്ടി? ബി ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്? എയും ബിയും ഒക്കെ 0 ആണെന്ന് കിട്ടി. എയും ബിയും 0 ആണെങ്കിൽ നമ്മൾ കുറച്ച് മുകളിൽ എഴുതി വെച്ച ഈ ഒരു ഇക്വേഷനിലേക്ക് പോവാം. എയും ബിയും 0 ആണെന്ന് കിട്ടി. നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഈ ഒരു ഫോമുല എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എയും ബിയും നമുക്ക് 0 കിട്ടി. സോ നമുക്ക് ഇനി ഈ ടേം ഉണ്ടാവും അതിൽ? ഇല്ല. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എത്ര ഇനിയുള്ളൂ? ഈ ഒരു പോർഷൻ. ഇതില്ല, ഇത് കൺസിഡർ ചെയ്യേണ്ട. നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തേ ഉള്ളൂ? ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ പുതിയ എഫ് ഓഫ് എക്സ് എന്താണെന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. ഒരു മിനിറ്റ് ഒന്നുകൂടി നിങ്ങൾക്ക് മുകളിലേക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എന്താ പറയുക, എഫ് ഓഫ് ഒന്നുകൂടി എഫ് ഓഫ് എക്സ് എന്ന് പറയണത് എന്താണ് കിട്ടി? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇത്രയും പോർഷനേ ഉള്ളൂ എന്ന് നമ്മൾ കിട്ടി അല്ലേ. ഇനി നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണ്, ഈ എഫ് ഓഫ് എക്സ് ഇതല്ലേ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് ആൽഫ ഹോൾ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ ബീറ്റ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് അല്ലേ. ഈ ഒരു ടേമിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്താണ് ചെയ്യുന്നത്? ഈ ഒരു കാര്യത്തിന് പകരം ഇത് വെച്ചിട്ട് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ദിസ് ടേം ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എന്നായിട്ട് മാറും. എന്ത്? എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് അവിടെ ഒരു സ്റ്റെപ്പ് വിട്ടു പോയിരിക്കുകയാണ്. അവർ ഡയറക്റ്റ് ആയിട്ട് എഴുതിയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? അത് തിരിച്ച് ഇവിടെ കൊടുക്കണം. സോ നമുക്കിവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടി. എന്താ കിട്ടി? എക്സ് മൈനസ് ആൽഫ പ്ലസ് റൂട്ട് ബീറ്റ ഇൻറ്റു എക്സ് മൈനസ് ആൽഫ മൈനസ് റൂട്ട് ബീറ്റ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എന്ന് കിട്ടി. ഇനി നമ്മൾ ഒന്ന് നോക്കിക്കേ, ഇതിൽ നമ്മൾ ആൽഫയ്ക്ക് എക്സിന് പകരം ആൽഫ മൈനസ് റൂട്ട് ബീറ്റ എന്ന് കൊടുത്തു വിചാരിച്ചു. എന്താ കൊടുക്കേണ്ടത്? എക്സിന് പകരം ആൽഫ മൈനസ് റൂട്ട് ബീറ്റ എന്ന് വരുമ്പോൾ ഈ ഒരു ടേം അങ്ങോട്ട് 0 ആയിട്ട് മാറും. ഒന്ന് നോക്കിക്കേ, ഇനി ആൽഫ മൈനസ് റൂട്ട് ബീറ്റ മൈനസ് ഓഫ് ആൽഫ മൈനസ് റൂട്ട് ബീറ്റ അല്ലേ. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ വരിക? ആൽഫ മൈനസ് റൂട്ട് ബീറ്റ. സോ മൈനസ് ആൽഫ മൈനസ് മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് എന്താ പറയുക? റൂട്ട് ബീറ്റ. അപ്പോൾ പ്ലസ് ബീറ്റയും പ്ലസ് മൈനസ് ബീറ്റയും ആൽഫയും മൈനസ് ആൽഫയുടെയും ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെ എന്തായിട്ട് മാറും? ഈ ഒരു ടേം ഇവിടെ നമ്മൾ എക്സിന് പകരം ആൽഫ മൈനസ് റൂട്ട് ബീറ്റ കൊടുക്കുമ്പോൾ ഈ ഒരു ടേം 0 ആവും. സോ അത് മൊത്തത്തിൽ 0 ആവും. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് ആൽഫ
ആൽഫ മൈനസ് റൂട്ട് ബീറ്റ ഇക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. എഫ് ഓഫ് ആൽഫ മൈനസ് റൂട്ട് ബീറ്റ ഇക്വൽ ടു 0 എന്ന് കിട്ടി എന്താ പറയാൻ പറ്റുക? ആൽഫ മൈനസ് റൂട്ട് ബീറ്റ എന്ന് പറയുന്നത് ഈസ് എ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0ൻ്റെ ഒരു റൂട്ടാണ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആൽഫ മൈനസ് റൂട്ട് ബീറ്റ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു തിയറത്തിൽ പറഞ്ഞത്. ഇവിടെ എങ്ങനെ നമ്മളിത് റൂട്ടാണെന്ന് കൺക്ലൂഡ് ചെയ്ത് നമ്മുടെ ഡെഫിനിഷനിലെ ലെറ്റ് ആൽഫ ബി എ കോംപ്ലക്സ് നമ്പർ ഈസ് സെറ്റ് ടു ബി റൂട്ട് ഓഫ് എ ഗിവൺ പോളിനോമിയൽ എഫ് ആണെങ്കിൽ ഇഫ് എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു 0. അപ്പോൾ അതേമാതിരി എഫ് ഓഫ് ആൽഫ മൈനസ് റൂട്ട് ബീറ്റ ഈക്വൽ ടു 0 കിട്ടും കൊണ്ട് ആൽഫ മൈനസ് റൂട്ട് ബീറ്റ എന്ന് പറയുന്നത് ഒരു റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണെന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. ഓക്കെ, അത്രയാണ് ഈ തിയറത്തിൽ ഉണ്ടായിരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ്, പ്രൂഫ് വിടരുത്, എളുപ്പമാണ് പഠിക്കാൻ, സ്റ്റേറ്റ് ആൻഡ് പ്രൂഫ് ചോദിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ.